വ്യാജ ID കാർഡ് ഉപയോഗിച്ച് പാർലമെന്റിൽ കയറാൻ ശ്രമിച്ചവർ പിടിയിൽ. 3 പേരാണ് CISFന്റെ പിടിയിലായത്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇത് എങ്ങനെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഇവർ ഉള്ളിൽ കടക്കാൻ ശ്രമിച്ചത്? ഇവരാരായിരുന്നു? മോത്തി, മോനീസ്, അതുപോലെ തന്നെ കാസിം, സോയബ് എന്ന പേരുള്ള 3 പേർ. ഇവർ 3 പേരും ചില ഒരു പ്രൈവറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ചില നവീകരണ പ്രവർത്തനങ്ങൾ ഈ പാർലമെന്റ് സമുച്ചയത്തിൽ നടത്തി വരികയായിരുന്നു. ഇവർ 3 പേരും പതിവ് പോലെ ജോലിക്ക് വേണ്ടി എത്തുന്ന സമയത്താണ് CISF ഇവരുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിക്കുകയും അതിൽ മോനീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ തന്നെ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് മറ്റ് 2 പേർ കൂടി കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരേ നമ്പറുകൾ, പക്ഷേ ഫോട്ടോകൾ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് CISF കണ്ടെത്തിയത്. ഇത് ഇന്ന് സംഭവിച്ചതല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതാണ്. കയ്യോടെ തന്നെ CISF 3 പേരെയും അറസ്റ്റ് ചെയ്ത് നിലവിലിപ്പോൾ ഇവർ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. മാത്രമല്ല, വിശദമായിട്ടുള്ള അന്വേഷണം ഡൽഹി പോലീസ് ഈ സംഭവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 പേരും ഉത്തർപ്രദേശ് സ്വദേശികളാണ്. ഇവർ ഈ പാർലമെന്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിസരങ്ങളിൽ നടന്നു വരുന്ന ചില നവീകരണ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സ്വകാര്യ കമ്പനിയുടെ ജോലിക്കാരാണ്, വർക്കേഴ്സാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ്, അടയാളപ്പെടുത്തിയാണ് ഈ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് പാർലമെന്റ് സമുച്ചയത്തിന്റെ ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചത്. പിന്നീട് ഈ ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച സമയത്തായിരുന്നു ഇവർ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം CISFന് മനസ്സിലാവുകയും ചോദ്യം ചെയ്യലിലൂടെ ഇത് വ്യാജ ഐഡന്റിറ്റി കാർഡാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തി 3 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ 3ാമത്തെ ആളുടെ ഐഡന്റിറ്റി കാർഡിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ഉത്തർപ്രദേശ് കൂടി വ്യാപിപ്പിച്ച് ഡൽഹി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അതിനുശേഷമായിരിക്കും വ്യക്തമാകുക. എന്തായാലും ഇന്ന് സംഭവിച്ചതല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്.